ചോദിച്ചോട്ടെ, ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്ത് വയ്ക്കുന്ന, പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയാണെന്ന് ഞങ്ങളോടൊന്ന് പറയാം, അതിൻ്റെ ഒരു ജോയ്. 30 വർഷം ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ നിരങ്കണവതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നീ നേരെ ചോദിച്ചു, ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി ഒന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമയൊന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതമാർഗ്ഗം ഇതാണെന്ന് അറിഞ്ഞു. പക്ഷെ ഇവിടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി. കുഴപ്പമില്ലാതെ ഈ വർഷം വല്ലപ്പോഴും വളരെ സന്തോഷം. ഇങ്ങനൊരു 30 വർഷം കൂലൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നിശ്ചയം ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളൊക്കെ തന്നെ കുറേ കൂടി പോലീസുകാരുടെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവർ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോസഫ് ആയാലും ശരി, ശ്രദ്ധിക്കപ്പെട്ട ഇലവിഴ പൂഞ്ചിരായാലും ശരി, കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെ അത് അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയായിരുന്നു. ഇപ്പോൾ തലവനിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണോ? അല്ല, ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായി ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിൻ്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ജിസ്റ്റ് ജോയി എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളിൽ നിന്നുള്ള ഒരാളാണ് താങ്കൾ. അപ്പം അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് കയറാൻ അത് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ, അതോ അല്ല? അങ്ങനെയല്ല, ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ 2 റൈറ്റേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു. ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാറ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അറിയാം, ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു, 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടോണ്ടിരിക്കുക ചെറിയ കാര്യമല്ല 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ പാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും, എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും, വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്. രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ്. അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ്. പക്ഷേ വിജയന്മാരുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് എക്സൈറ്റ്മെന്റ് എന്നുള്ള വേർഡ് ഇപ്പോൾ പറഞ്ഞ് ക്ലീഷ ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയുകയാണ്, അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ. ആസിഫ് എന്ന് പറയുന്നത് ജിസ്റ്റ് ജോയിയെ സംബന്ധിച്ച് ഒരു ലക്കി ചാമാണോ, അതുകൊണ്ടാണോ ഈ സിനിമയിൽ? അത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ളൊരു വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ആസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, 2 പേരും കട്ടയ്ക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ചില ആക്ടേഴ്സ് പോലീസ് റോള് ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർഡം ഒക്കെ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഇപ്പോൾ സൂര്യ സിംഗം ചെയ്യുന്നു,
അല്ലെങ്കിൽ കമലഹാസൻ കാക്കി സെറ്റൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലറാണ്. അപ്പോൾ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫിയുടെ തലവൻ. അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. മലയാളികളുടെ യൂത്ത് ഐക്കണായിട്ടുള്ള യൂത്ത് സ്റ്റാർ എന്ന് തന്നെ പറയാം. ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രതിനായകനായിട്ട് ഒരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടി കൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പോൾ ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ. അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഇയാൾ നായകനാണ്, അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. ഇവ ചിലപ്പോൾ ചതിച്ചേക്കാം, ചിലപ്പോൾ ഇവ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. ഈ അനുരാഗകരിക്ക വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു. അപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട്, മറ്റേ അടി കിട്ടുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ. അപ്പൊ ഈ സിനിമ അടിച്ചിട്ടില്ല എന്നെ. ഈ സിനിമ വരുമ്പോൾ അതിനൊരു പ്രതികാരം വല്ലതും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളതുകൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചോളൂ. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കുംവെള്ളം എടുത്തു പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചേട്ടനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുംവെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയുടെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ കണ്ടിട്ട് ഇരട്ടപറ്റതാണെന്ന് തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആസിഫ്, ഈ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ടൈം സ്പാൻ ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ മറ്റു നടന്മാരൊക്കെ നോക്കുമ്പോൾ ആസിഫിക്ക് അത് കുറച്ചും കൂടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സോൾട്ട പേപ്പർ തൊട്ടിട്ട് ഇപ്പോൾ തലവൻ വരെയും യങ് ആണല്ലോ. അത് ഒരു ചോയ്സ് ആണോ? അത് എപ്പോഴും അങ്ങനെ ശരീരം കൊണ്ടിരിക്കുക, അതൊരു കോൺഷ്യസ് എഫേർട്ടായിട്ട് എടുത്തിട്ടുണ്ട് എപ്പോഴും? ഇല്ല, എൻ്റെ അടുത്തേക്ക് വരുന്ന ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതായതുകൊണ്ടാണ്. ഞാനായിട്ടൊരു കോൺഷ്യസ് എഫേർട്ട് അതിനു വേണ്ടി ഇട്ടിട്ടില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ യങ് ആയിട്ടിരിക്കുമ്പോൾ മാക്സിമം യങ്സ്റ്റർ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു. അതിൻ്റെ അകത്താണ് അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വന്നാൽ ഇപ്പം ഈ കുറ്റവും ശിക്ഷയും ചെയ്യുന്ന സമയത്തും സാജൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ആക്ച്വൽ പ്രായത്തിനേക്കാളൊക്കെ കുറെ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഞാൻ ബോധപൂർവം അങ്ങനെ ചൂസ് ചെയ്യാറില്ല. പക്ഷെ എൻ്റെ അടുത്തേക്ക് വരുന്നതിൽ കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യാറുള്ളത് എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ന്യൂ ജനറേഷൻ ലേബലൊന്ന് പൊളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഹണിബി, കിളിബോയി പോലുള്ള സിനിമകൾ പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. ഈ നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടുവരുന്ന സിനിമയാണ് രോഹിത്തിന്റെ സിനിമ. അപ്പോൾ ആർ യു റെഡി ഫോർ ഡെൻവർ എന്ന് പറയുന്ന ടിക്കറ്റൊക്കെ ആ ഒരു പോസ്റ്റർ ഭയങ്കര വൈറലായിരുന്നു.
മലയാളത്തിൽ അങ്ങനെ 6 പാക്ക് ഒക്കെ പോലുള്ള ഒരു ആൾ അത് കുറച്ച് റയർ ആയിരുന്നല്ലോ. അപ്പോൾ ഡെൻവർ എപ്പോൾ ഓണായിരിക്കും, ടിക്കറ്റൊക്കെ എപ്പോൾ ഓണാണ്? ഇപ്പൊ എനിക്കൊരു കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് 9 months ആണ്. ഷൂട്ടിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് ആയി. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് എൻഡോട് കൂടി അത് ജോയിൻ ചെയ്യാനുള്ളൊരു പരുവത്തിലേക്ക് എത്തും. കാര്യം ആ സിനിമ ഒരു ഫുൾ കോൺഫിഡൻസിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് ആക്ഷൻ വരുന്ന ഒരു പക്ക തിയേറ്റർ എലമെന്റ്സ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പം അതൊരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാൻ ഫിസിക്കലി ഫിറ്റ് ആവണോ അപ്പം അതിനുള്ളൊരു എഫേർട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. പിന്നെ അതെല്ലാം ഒലിച്ചു പോയി. ഇപ്പൊ രണ്ടാമത് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിയോടാണ് ഡ്രൈവിംഗ് ലൈസൻസിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നോട്ടീസബിൾ ആയിരുന്നു. ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുപോലെ തന്നെ റിമാർക്കബിൾ ആയിരിക്കോ ഈ ഒരു തലവലിലെ ക്യാരക്ടർ? അത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മളിങ്ങനെ ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഒരുപാടൊന്നും കാണത്തില്ല, പക്ഷെ ചില ഡയലോഗുകൾ ഭയങ്കര ക്ലിക്കാവും അല്ലേ? ഇപ്പൊ തന്നെ നേരത്തെ ഇവിടെ സംസാരിച്ചവര് പറയുന്നുണ്ട്, മോൻ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ മോൻ ഹാപ്പിയാണോ, ആ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ, പക്ഷെ അതെല്ലാവരും ഒക്കെ ഏറ്റെടുത്തില്ലേ. അപ്പൊ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളിലുണ്ട് ചില ചെറിയ കാര്യങ്ങൾ വളരെ ക്ലിക്കായി വരുന്നത്. അതേപോലെ ചില ക്യാരക്ടേഴ്സ് ആദ്യം പോലെ അവസാനം വരെ ത്രൂ ഔട്ടുള്ള ചില ക്യാരക്ടേഴ്സ് കാണുമായിരിക്കും, പക്ഷെ ആ ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ക്ലിക്ക് ആവുന്നത് ചിലപ്പോൾ ഒന്ന് വന്നു പോയ ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു നോട്ടം, അയാളുടെ നോട്ടൊക്കെ ഉള്ളായിരുന്നു, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോ ഇതിലെ എൻ്റെ ക്യാരക്ടറും ഈ പറയുന്ന പോലെ ലെങ്ത് വെച്ച അങ്ങനെയൊന്നുമല്ല ഞാൻ ജഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു സിനിമയുടെ ഒരു നോട്ടബിൾ പാർട്ട് ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശമുള്ളത്. അപ്പോൾ അത് അങ്ങനെ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കി പ്രേക്ഷകർ കാണുന്ന പോലെ.